നമസ്കാരം. അപ്പോ വി ഡി സതീശൻ അരങ്ങു വാഴുന്ന പ്രതിപക്ഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട്, അതായത് നിയമസഭ തുടങ്ങിയ ശേഷം ചെറുതായിട്ട് പ്രതിപക്ഷത്തിനൊരു അനക്കം വെച്ചിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ആകെ തേഞ്ഞൊട്ടി അങ്ങ് ഇരിക്കുന്നത്, നാണം കെട്ട് കോൺഗ്രസ് ആകെ അങ്ങ് പൊളിഞ്ഞടിക്കും. അപ്പോഴാണ് അത് മറ്റൊരു കാര്യം എത്തിയത്, അതായത് സ്വർണ്ണപ്പാളി സംഭവമൊക്കെ എത്തിയല്ലോ. അതിന് പിന്നാലെ ഒരു CPM ഒരു ലൈംഗിക വിവാദം വന്നു. അപ്പൊ എന്തായാലും സമരം വിളിയും പോർവിളിയും ഒക്കെ ആയിട്ട് തകൃതിയായിട്ട് അങ്ങ് നടക്കണുണ്ട്. ഈ സമയത്താണ് ഇപ്പോഴത്തെ ഒരു വിവാദം, അതായത് നമ്മുടെ ഇന്നലെ പറഞ്ഞു നിർത്തിയില്ലേ, ഇന്ന് കാണാമെന്ന് പറഞ്ഞ ഒളിക്യാമറ വിവാദം. വേറൊന്നുമില്ല, കട്ടിനടിയിലെ ഒളിക്യാമറ. അത് തന്നെ CPM-ലെ ചീഞ്ഞു നാറുന്ന ഒളിക്യാമറ വിവാദത്തിന് സൂത്രധാരൻ വി ഡി സതീശനാണ്. കാര്യം കരക്കമ്പി മാത്രമല്ല, സംഭവം ശരിയായിട്ട് കൂടെ വരുന്നുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമങ്ങൾ സതീശൻ സാറിന് മറ്റൊന്നും പറയാനില്ല, ഇത് മാത്രമേ പറയാനുള്ളത് ഈ വിവാദത്തെ കുറിച്ച് മാത്രം. മനസ്സിലായില്ലേ? മറ്റേ ഒളിക്യാമറ വിവാദത്തെ കുറിച്ചാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ ഇപ്പൊ ശരിക്കും കേൾപ്പിച്ചുതരാം. അല്ല പിന്നെ എന്തിനാ എന്റെ നെഞ്ഞത്തോട്ട് കയറണം? അതാണ് ഞാൻ ഇന്നലെ ചോദിച്ചത്. അതില് ബന്ധപ്പെട്ട ആളുകളോട് പോയി നിങ്ങൾ ചോദിക്കുക, എന്താണ് നിങ്ങളുടെ പങ്ക്? അല്ല പിന്നെ ശരിയാണ്. പാവം നുമ്മ ബോംബ് സതീശന് ഒന്ന് സംസാരിക്കാൻ വിട്ടേ മീഡിയക്കാരെ. പ്രതിപക്ഷ നേതാവല്ലേ, ആ പരിഗണനകൾ ഒന്ന് കൊടുക്കപ്പാ. എന്ത് പങ്കാണ് വഹിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഈ ചാനലിൽ വാർത്ത വന്നതിന് ശേഷം ആ ചാനലിൽ എങ്ങനെ വാർത്ത പോയി എന്ന് നിങ്ങൾ അന്വേഷിക്കൂ. പാവ നേതാവിന് സ്വല്പം ആവേശം മൂത്തത പോയതാണോ എന്നൊരു സംശയം. അതോ ഇനി ബോംബ് ചീറ്റിയതിന്റെ ക്ഷീണാണോ ഒന്നും അറിയില്ല. എന്തായാലും CID സതീശൻ ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. CPM-ന്റെ ലൈംഗിക വിവാദം വന്ന വഴി, ആ വഴി എങ്ങനെ? അപ്പോ ഞാൻ പറഞ്ഞങ്ങാകെ കൊളവാക്കണേക്കാളും നല്ലത് അതിന്റെ പ്ലാനിങ് മാസ്റ്ററായ സതീശൻ തന്നെ പറയണ്ടേ? അതല്ലേ അതിന്റെ ശരിയും. കേട്ടാലോ? വിരുദ്ധന്മാരുള്ള ജില്ലയാണിത്. എന്തു വൃത്തികേടും കാണിക്കാൻ പഠിക്കാത്ത ആളുകളുള്ള ജില്ലയാണ് അവരുടെ. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കാം. നിങ്ങൾ തടസ്സപ്പെടുത്തല്ലേ? നിങ്ങൾക്ക് എല്ലാ ഉത്തരവും പറയാനല്ല നിൽക്കുന്ന കയ്യിലേക്ക്. ഞാൻ പറയുന്നത് എന്നിട്ട് അതെങ്ങനെ പോയത്? അല്ല നേതാവേ, അപ്പോ മാങ്കൂട്ടത്തിനെ തേച്ചൊട്ടിച്ചത് കൊണ്ടാണ് അങ്ങ് ഈ ബോംബ് കൊണ്ടുവന്നത് എന്നത് സത്യമാണ്. എന്തായാലും തീയില്ലാതെ നേതാവിന്റെ നെഞ്ചത്തേക്ക് ആരും അങ്ങ് ചുമ്മാ കയറത്തില്ലല്ലോ സതീശ നേതാവേ. അപ്പൊ പിന്നെ തീയും പുകയും ഇട്ടത് കൊണ്ടാണല്ലോ CPM വനിതാ നേതാവ് KN ഷൈനിനോട് ഒരു ബോംബ് വരുന്നുണ്ട് മുന്നറിയിപ്പൊക്കെ അങ്ങ് കൊടുത്തത്. അത് ശരിയാണോ? അപ്പൊ ശരിക്കും അങ്ങാണ് പണിതല്ലേ? അതായത് ആരോപണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നും വനിതാ നേതാവും വ്യക്തമാക്കുന്നു. ആരാണല്ലേ പണി പറ്റിച്ചത്? ശരിക്കും പറ സാറേ. ഇനി മാധ്യമ പ്രവർത്തകരോട് കത്തിക്കയറുമ്പോഴും തെറ്റ് ചൂണ്ടിക്കാട്ടിയ ഗോവിന്ദ മാഷന്റെ മണ്ടക്കിട്ട കയറ്റം മുമ്മ സതീശന്റെ താല്പര്യം അതെങ്ങനെയെന്നല്ലേ? എന്ന് കേട്ടാലോ? ആന്തൂർ സാജന്റെ പാവപ്പെട്ട ഭാര്യയെ കുറിച്ച് അപവാദ പ്രചരണം തുടങ്ങി വെച്ചത് MV ഗോവിന്ദനാണ്. ഇനി ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി എന്ന് CID സതീശൻ പറയുന്നുണ്ട്. എന്നാ പിന്നെ അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം അല്ലേ? അതല്ലേ അതിന്റെ ശരി. ചെയർപേഴ്സൺ അന്ന് അവരെ പ്രതിയാകാതിരിക്കാൻ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ആന്തൂർ സാജന്റെ പാവപ്പെട്ട ഭാര്യയെ കുറിച്ച് അപവാദ പ്രചരണം തുടങ്ങി വെച്ചത് MV ഗോവിന്ദനാണ്. അയാളെ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ആ MV ഗോവിന്ദൻ എന്നെ സ്ത്രീകൾക്കെതിരായ അപവാദ പ്രചരണത്തെ കുറിച്ച് പഠിപ്പിക്കാൻ വരണ്ട. ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ. ഞങ്ങളുടെ മുമ്പിൽ ഒരു ആക്ഷേപം വന്നപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത കാര്യമാണ് ഞങ്ങൾ ചെയ്തത്. നിങ്ങൾ എന്താ മീഡിയക്കാരെ ഇങ്ങനെ? പാവമ്മ സതീശനെ പറയാൻ അനുവദിച്ചേ അങ്ങോട്ട്? പറയട്ടെ. പിന്നെ ഈ പ്രചരണം എങ്ങനെയാണ് പോയത്? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, CPM ആണ് അന്വേഷിക്കേണ്ടത്. ഇതെങ്ങനെ പുറത്തുപോയി? ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി? ആദ്യം ഇത് പബ്ലിഷ് ചെയ്തത് എവിടെയാണ്? VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയുടെ YouTube ചാനലിലാണ് ഈ സാധനം ആദ്യം പുറത്തു വന്നത്. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും കോൺഗ്രസ് ഹാൻഡിലുകൾ അത് റിപ്പോർട്ട് ചെയ്ത് കാണും. കാരണം കഴിഞ്ഞ ഒരു മാസക്കാലമായി ഏകപക്ഷീയമായിട്ട് കോൺഗ്രസ് നേതാക്കളെ. അതെ, ഇത് പ്രതികാരം തന്നെ. വല്ല ചാത്തനും ആകാത്തത് ഭാഗ്യ. എന്തായാലും സതീശന്റെ തിരുമൊഴി കേട്ടാലോ? എന്നിട്ട് അവര് പരാതി കൊടുത്തു. കേസെടുത്തിട്ട് ഇതുവരെ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയില്ല. ഇരട്ട നീതിയാണ്. സൈബർ ആക്രമണത്തിൽ ഇരട്ട നീതിയാ. എത്ര മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചു, വനിതാ പ്രവർത്തകരെ. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ, അഖില ഇല്ലേ, ആക്രമിച്ചില്ലേ? സൈബർ ആക്രമണം ഉണ്ടായി. എന്ത് നടപടിയാണ് എടുത്തത്? തൽക്കാലം സതീശൻ CID ഒളിക്യാമറ ഇവിടെ നിർത്താം. അപ്പോ മറ്റൊരു ചൊറിയുമായി
എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സതീശനുമായി തിങ്കളാഴ്ച വീണ്ടും കാണാം. അപ്പൊ ഇന്നത്തേക്ക് സ്കൂട്ടാലോ സതീശ.